സ്റ്റോപ്പ് ഇവിടെ തന്നെ. എത്രയായി? 10 രൂപ. യു ടേക്ക് ഇറ്റ് ഈസി പോളിസി. ദിസ് ഈസ് 20 rupees. ബാലൻസ് യു ടേക്ക് ഓഫ്. എടുത്തോ. താങ്ക് യു സർ. നോ മെൻഷൻ പ്ലീസ്. ഐ ആം ജിയോപാൽ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ആന്റി. അമ്മയെ എന്നെ അണ്ടർസ്റ്റാൻഡ് ആയില്ലേ? ഐ ആം ഗോപാൽ, ജിയോപാൽ. ഓ, നമ്മുടെ ഗോപാലനല്ലേ നീയേ? ആളെ മനസ്സിലായില്ലോടാ എനിക്ക്. കുറെ നാളായില്ലേ കണ്ടിട്ടെ. അത് ഗ്ലാമർ കൂടിയത് കൊണ്ടാ അമ്മായിക്ക് മനസ്സിലാവാഞ്ഞത്. അമ്മായിക്കെന്നല്ല, ഇപ്പൊ ആർക്കും എന്നെ കണ്ടാ മനസ്സിലാവില്ല. ഗ്ലാമർ ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. ഇത് നമ്മുടെ കോവാലനല്ലേ? വാസോട്ട, എന്നെ വെറും കോവാലനാക്കി ചീപ്പാക്കരുത്. ഞാനിപ്പോ ജിയോപാലാണ്. ജിയോ പാലോ ടിനോ പാലോ, നിന്നെ ഞാൻ കോവാലാന്നേ വിളിക്കൂ. വാസോട്ട, ഞാനിപ്പോ എന്റെ പേര് മാറ്റിരിക്കുക. ജിയോപാൽ എന്നാക്കിയിരിക്കുക. സ്നേഹമുള്ളവരെന്നെ പാലെന്ന് വിളിക്കും. അയ്യടാ, നിനക്കാളെ മനസ്സിലായില്ലേ? അച്ഛന്റെ ഒരു പെങ്ങള് പാങ്ങാപ്പാറ താമസമുണ്ട്, സരസ്വതി അമ്മ. അവരുടെ കടിഞ്ഞൂൽ പൊട്ടനാണ് ഈ സാധനം. ചെറുപ്പത്തിൽ ഇവൻ പൊട്ടനായിരുന്നെന്നാ എല്ലാരും കരുതിയത്. 5 വയസ്സ് വരെ കമാന്നൊരു അക്ഷരം മിണ്ടില്ലായിരുന്നു. മോക്കളെ ഒലിപ്പിച്ച് നടക്കുന്ന ഇവന്റെ രൂപം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അമ്മായി, ദയവ് ഫ്ലാഷ് ബാക്ക് പറഞ്ഞ നാറ്റിക്കരുത്. ഭാവിയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആകേണ്ടവനാ ഞാൻ. വല്ല പത്രക്കാരും വന്ന് നിങ്ങളോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ ഇതൊക്കെ വിളമ്പി എന്റെ ഫ്യൂച്ചർ സ്പോയിൽ ചെയ്യരുത്. ഓ, അത് മറന്നു. ആള് വലിയ നടനാ. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടക്കുക. പക്ഷെ ഇതുവരെ മുഖം കാണിച്ചിട്ടില്ല. ആര് പറഞ്ഞു? ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു. ആഹാ, ഇതാരേ? നീ ഇത്രയും കാലം എവിടെ ആയിരുന്നടാ? ഞാൻ ചെന്നൈയിലായിരുന്നു. ചെന്നൈയിലോ? ചെന്നൈ അല്ലേ ഏട്ടാ, കോടമ്പക്കം ടു മദ്രാസ്. അവിടെ ഞാൻ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ ഏത് സിനിമയിലാണ് അഭിനയിച്ചത്? കടലോരം. കടലോരത്തിൽ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിക്ക് വരെ ചെയ്യാൻ കഴിയാത്ത ഒരു അപൂർവ വേഷം ഞാൻ ചെയ്തു. എന്റെ ഭാവാഭിനയം കണ്ട് കാണികൾ കോരിത്തരിച്ചു. എന്ത് വേഷം? നായകനായിട്ടാണോ? നായക വേഷമല്ല, പക്ഷെ നായക പ്രധാനമുള്ള കഥാപാത്രമാണ്. വില്ലനാണോ? നോനോ, വില്ലൻ വേഷന്റെ പട്ടിയെയും. നിന്റെ പട്ടി അഭിനയിക്കും. എന്താ ചേട്ടത്? മനോഹരമായ ഒരു കടൽ തീരം. അവിടെ കടലിൽ ദിവസങ്ങൾ പഴകി തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ചീഞ്ഞഴുകി ശവം കിടക്കുന്നു. ആ നാറ്റവും സഹിച്ചോണ്ടാണോ നീ അഭിനയിച്ചത്? അല്ല ചേട്ടാ, ആ ശവമായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. ഉപ്പിട്ട് കയ്പിച്ച് വെച്ചിരിക്കുന്നു. ഏത് മൂദേവിയാണ് ഇതുണ്ടാക്കിയത്? അയ്യോ, അമ്മയ്ക്ക് പ്രഷർ ആയതുകൊണ്ട് ഉപ്പ് കുറവാണല്ലോ ഇട്ടത്. എന്നെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയതാ. നീ തന്നെ ഇരുന്ന് വെട്ടി വിഴുകിക്കോ. ഉപ്പധികയില്ലല്ലോ. നോ സോൾട്ട്. അമ്മായിയുടെ വായുടെ കുഴപ്പമാ. ശരീരത്തിൽ ഉപ്പ് കൂടുതലുള്ളതുകൊണ്ട് അത് കറിയുടെ ഉപ്പുമായി കൊളാബറേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് കൂടുതലായി തോന്നിയതാ. ഇതിനെ ഇംഗ്ലീഷിൽ സോൾട്ടോ മാനിയ എന്ന് പറയും. ഓ, ഒരു ഉപ്പും പുളിയും തിരിച്ചറിയുന്ന മര്യാദയ്ക്ക് എവിടെ ഇരുന്ന് കഴിച്ചിട്ട് പോടാ. നീ ആ TV ഒന്ന് ഓഫ് ചെയ്തേ. TV കണ്ടുകൊണ്ട് ഊണ് കഴിക്കരുത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. അല്ലെങ്കിൽ തന്നെ മര്യാദയ്ക്ക് 2 വാക്ക് സംസാരിക്കാൻ പറ്റില്ല, ഈ കുന്ത്രാണം കാരണം. അയ്യോ ഏട്ടത്തി, TV ഓഫ് ചെയ്യല്ലേ? ഇപ്പൊ എന്നെ കാണിക്കും ടിവിയിൽ. നിന്നെ കാണിക്കാനോ? നീ എന്താ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി വല്ലതും നിന്നെ കാണിക്കാൻ? 27 വയസ്സുള്ള ഗോപാലൻ എന്ന യുവാവിനെ കഴിഞ്ഞ 20-ാം തീയതി മുതൽ ചിറക്കിൽ നിന്നും കാണാതായിരിക്കുന്നു. 5 അടി 9 ഇഞ്ച് ഉയരം, കറുത്ത നിറം, നീണ്ട മുഖം, ഇടത്തെ കാൽമുട്ടിന് താഴെ ഇരുമ്പ് വടി കൊണ്ട് അടിയേറ്റ പാട്. മലയാളവും ഇംഗ്ലീഷും സംസാരിക്കും. കണ്ടുകിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുവാൻ അപേക്ഷിക്കുന്നു. നിന്റെ ഫോട്ടോ TV വന്നല്ലോ, ഇനി നാട്ടിലേക്ക് പോക്കൂടെ? നോ, ഞാൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോരുമ്പോ എന്റെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കളർ ഫോട്ടോയും മാറ്ററും TV കൊടുക്കാൻ എഴുതി വെച്ചിട്ടാണ് ഞാൻ പോന്നത്. അതിനു പകരം ഒരു ഉണങ്ങിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അവർ കൊടുത്തിരിക്കുന്നത്. കളർ ഫോട്ടോ വരാതെ ഞാൻ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. അപ്പൊ TV കളർ ഫോട്ടോ വരാൻ വേണ്ടിയാണോ നീ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുന്നത്? സത്യം പറഞ്ഞ അതൊരു കാരണമാണ്. നാളെ ഞാൻ സിനിമാ നടനാവുമ്പോൾ പ്രേക്ഷകർക്ക് റീകളക്ട് ചെയ്യാൻ ഈ ഫോട്ടോ ഉപകരിക്കുമല്ലോ. നാളെ തന്നെ ഇവന്റെ ഒരു കളർ ഫോട്ടോ TV കൊടുത്താൽ ലക്ഷക്കണക്കിന് രൂപ മോഷ്ടിച്ചിട്ട് മുങ്ങി നടക്കുന്നവനാണെന്ന് പറഞ്ഞു പോലീസുകാർ ഇടിച്ചവന്റെ അടവാൻ കിളക്കി. പോലീസുകാർ അടവാൻ കിളക്കിയാലും കളർ ഫോട്ടോ വന്നാൽ ഞാൻ അതിന് സമ്മതിക്കും. നീ ആ ഭൂതക്കണ്ണാർ കൂടെ എന്തോ നോക്കുവാടാ? ഞാനേ ഈ തേങ്ങ ശരിക്കും പഴുത്തോന്ന് നോക്കായിരുന്നു. നിന്റെ തേങ്ങ നീ ആ പാരലൽ കോളേജിലെ പെമ്പിള്ളേരെ നോക്കില്ലടാ. ചേച്ചേ, ഞാനങ്ങനെ ചെയ്യോ ചേട്ടാ? ഇറങ്ങി വാടാ. വേണോ? ഇറങ്ങി വരാ. ഇപ്പൊ വരാം. നീ ദിവസവും അമ്പലത്തിൽ പോകുന്ന പെൺകുട്ടികളെ കമന്റ് അടിക്കാനാണോടാ? അമ്പലം അല്ലാതെ നിനക്ക് വേറെ ഒരു സ്ഥലവും കണ്ടില്ലടാ കമന്റ് അടിക്കാൻ. അമ്പലത്തിലാവുമ്പോ പെൺകുട്ടികളുടെ കാര്യം ചെരുപ്പുണ്ടാവില്ല ചേട്ടാ. അടി കൊള്ളാതെ രക്ഷപ്പെടാൻ പറ്റിയ സ്ഥലം അമ്പലമാ. ഒറ്റ അടി വെച്ച് നാളുണ്ടല്ലോ.
തറവാടിന്റെ പേരുകളെ നടക്കുന്നു. അമ്പലപ്പറമ്പിലി കഥ പറഞ്ഞോടുന്ന കുങ്കുമക്കുറി തൊട്ട ചേട്ട മതി 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 മതി. കണ്ടക്ടർക്ക് തന്നെ ടിക്കറ്റ് എഴുതണം അല്ലടാ. കളിയാക്കണം. തേങ്ങ എടുത്ത് അകത്തോണ്ട് വരാ തെണ്ടി. ഇതൊരു ഭാര്യയായല്ലോ ദൈവമേ. ദാസേട്ടാ ദാസേട്ടാ നോക്കേ, അന്ന് ഞാൻ ദാസേട്ടന് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന ഏലസ്. അപ്പുറത്തെ തെങ്ങിൻ ചോട്ടി കിടക്കുന്നത് കണ്ടു, ഞാൻ എടുത്തോണ്ട് വന്നു. ഇന്നാ കെട്ടിക്കോ കെട്ടിക്കോ. ഏലസോ? ഏത് ഏലസ്? ഞാൻ ഏലസ് കെട്ടാറില്ലല്ലോ. കൊണ്ടുപോടാ കൊണ്ടുപോ. ഗോപാല ഓ. എന്താ അത് ദാസേട്ടൻ എന്തോ ജപിച്ച് കേട്ടാണെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചതാ. ആ പേരിലേക്ക് 10 രൂപയും തന്നു. ഇത്ര പെട്ടെന്ന് ചേട്ടൻ മറന്നുപോയത്? കള്ള റാസ്കൽ. ഒറ്റ അടി വെച്ച് നല്ലോണ്ടല്ലോ. നുണ പറയുന്നോ? എപ്പോഴാ ഞാൻ നിന്നോട് ഏലസ് വാങ്ങാൻ പറഞ്ഞേ? ദാസേട്ടൻ വെറുതെ ആ പാവത്തിന് ചീത്ത പറയണ്ട. ഒക്കെ മനസ്സിലായി. എന്താ എന്താ കാര്യം? അന്ന് രാത്രിയിൽ ഉറക്കത്തിൽ ശ്രീകുട്ടി ആരോ ഉപദ്രവിക്കാൻ വന്നു പറഞ്ഞില്ലേ? അയാളുടെ കയ്യിൽ ഒരു രക്ഷ കെട്ടിയിട്ടുണ്ടായിരുന്നെന്നും ശ്രീകുട്ടി പറഞ്ഞു. എല്ലാരും മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ദാസേട്ടൻ ചെയ്ത പണിയാത്. ഭാര്യ സഹോദരന്മാരുടെ ഭാര്യമാരെ വെറുതെ വിടാത്ത മഹാൻ ഒരു അന്യ പെൺകുട്ടിക്ക് ഇളവ് അനുവദിക്കോ? നിർത്തടി. വാഴച്ചോട്ട് കിടന്ന് എന്തോ കിട്ടിയെന്ന് വെച്ച് എന്റെ ദാസനെ അപമാനിക്കാൻ നോക്കുന്നോ? ആരെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ദാസേട്ടനല്ല ഇത് ചെയ്തതെങ്കിൽ ഗുരുവായൂരപ്പന് മുമ്പിൽ ഒന്ന് സത്യം ചെയ്ത് പറയട്ടെ. എന്താ അളിയനൊന്നും പറയാനില്ലേ? എന്ത് പറയാനാ? നാണം കെട്ടവന്റെ ആസനത്തിൽ ആലുകളെത്തെന്ന് പറഞ്ഞ പോലെയായി. വേണ്ട, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാഞ്ഞതുകൊണ്ടല്ല ഞാൻ ഇവിടെ ഒന്ന് പൊറുക്കുന്നു. കുട്ടികളൊന്നും ഇല്ലാത്ത നിർമ്മലയുടെ മനസ്സിന് അല്പം ആശ്വാസം കിട്ടുമല്ലോ എന്ന് കരുതിയ. പക്ഷേ എനിക്ക് തക്ക ശിക്ഷ എന്നെ കിട്ടി. ഞാൻ ഇനി പടി കിടക്കില്ല. എനിക്ക് തൃപ്തിയായമ്മേ. വല്ലയിടത്തും കിടന്ന അലവലാദികളെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച് ഈ കുടുംബം നശിപ്പിച്ചില്ലടാ നീ. അമ്മയ്ക്ക് നാണമില്ലേ? ഏലസ് കെട്ടി ആ പെൺകുട്ടിയെ കടന്നു പിടിച്ചിട്ട് ഏലസ് കെട്ടിയ കള്ളൻ ഞാനാണോ അപ്പോട്ടനാണോ ഈ വീട്ടിലെ ഓരോരുത്തരും സംശയിച്ചില്ലേ? എന്നിട്ട് ആ കള്ളത്തരം തെളിഞ്ഞപ്പം അമ്മ അവന്റെ സൈഡ് നിൽക്കുക. ഞാനും അപ്പോട്ടനും അനുഭവിച്ച വേദന എന്തുമാത്രമാണെന്ന് അമ്മയ്ക്കറിയാവോ? അയാൾ പോണെങ്കിൽ അങ്ങ് പോട്ടെ. നീ ഒറ്റ ഒരുത്തിയാ നിനക്ക് കാരണക്കാരി. നിനക്ക് അവിടെ താമസം എന്താടി? എടീ, പെമ്പിള്ളേര് കല്യാണം കഴിഞ്ഞാൽ താമസിക്കുന്നത് ഭർത്താവിന്റെ വീട്ടിലാ, അല്ല സ്വന്തം വീട്ടിലല്ല. വാസുവേട്ടാ, ദാസേട്ടൻ പോയപ്പോ കിരീടത്തിലെ കീരിക്കാരനെ പോലെ എന്നെ ഒന്ന് ഇരുത്തി നോക്കിയേട്ടാ പോയത്. ഐ ആം റിയലി വറീഡ്. അയാൾ ഒരു ചുക്കും ചെയ്യില്ല. നീ ഇരുന്ന് വല്ലതും കഴിക്കാൻ നോക്കും. അതേർത്ത് ഇത്തിരി കൂട്ടാൻ ഞാൻ ചോദിച്ചേ. മതി, ഇനി നിങ്ങൾ ഇവിടുന്ന് ജൈവിച്ചോ. ഞാൻ പറയാതെ ആരും നിർത്തരുത്. മണമുള്ള നേതാവേ, ആയിരം ആയിരം പിന്നാലെ. എന്തിനാ ഇങ്ങനെ ഓരോന്നിനെ സൃഷ്ടിക്കണേ? അപ്പൊ സാറേ, എന്റെ കക്ഷി മത്സരിച്ച 3 സീറ്റിലും ഞങ്ങൾ വിജയം കണ്ടെത്തി കഴിഞ്ഞു. ഇവരുന്ന മന്ത്രിസഭയിൽ ആഭ്യന്തരം തന്നെ പിടിക്കാനാണ് എന്റെ തീരുമാനം. അതെ, എങ്കിലും ഞാൻ ഇറങ്ങാണ്. അയ്യോ, പോകല്ലേ പോകല്ലേ, നമുക്ക് ചർച്ച ചെയ്യാം. എന്റെ തീരുമാനത്തിൽ മാറ്റൂല. ഇല്ലെങ്കിൽ വീണ്ടും ഒരു ഇലക്ഷൻ നേരിടാൻ തയ്യാറാണ്. അല്ല, ഞാൻ പറയുന്നു കേക്ക്. തിരക്ക് വേണ്ട, നിങ്ങൾ സമയമെടുത്ത് ആലോചിച്ചിട്ട് മതി. അവൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ആഭ്യന്തരം അവന് തന്നെ കൊടുക്കണം. ആഭ്യന്തരം വിട്ടിട്ട് കാലിരിക്കില്ല. അഭ്യന്തരം എന്ന് പറയാൻ തനിക്ക് എന്ത് യോഗ്യതയാണോ ഉള്ളത്? മന്ത്രിസഭ ഉണ്ടാക്കാൻ അവൻ വേണം. കൃഷ്ണകുമാർ, തനിക്കറിയോ? എന്നെ ഒന്നുകൂടെ വന്നേ. അവൻ പണങ്ങി പോയതാണോ? കാര്യം കാണാൻ കഴുതക്കാരും പിടിക്കണം. ഞാൻ ആരുടെ കാല് പിടിക്കണം എന്നാ പറഞ്ഞേ? തന്റെ കാല് പിടിക്കണോ? തന്റെ മോന്റെ കാല് പിടിക്കണോ? ഞാൻ ആരുടെയും പിടിക്കാൻ തയ്യാറാ. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ പക്വതയില്ലാത്ത ഒരുത്തന്റെ കയ്യിൽ ആഭ്യന്തരം കൊടുക്കാൻ. അവന്റെ പിറകിൽ ഞാനില്ലടോ. അവനെ മുന്നിൽ നിർത്തി ഞാൻ ഭരിക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആഭ്യന്തരം ഞാൻ വിട്ടു തരില്ല. തനിക്ക് കൈയിട്ട് വരാൻ പറ്റിയ ഒരു വകുപ്പ് തന്നാ പോരെ? തരാം. എങ്കിൽ വനം മതി. നമുക്ക് സാവധാനം വെളുപ്പിച്ചെടുക്കാം. അതിന് യോഗ്യതയിലൊന്നും മാത്രം ആരും പറയരുത്. കാരണം ഞാൻ കാടിന്റെ മകനാണ്. ഇത് മാക്രി ഗോപാലൻ. ആദ്യകാലത്ത് തവളപിടുത്തമായിരുന്നു തൊഴിൽ. തവളപിടുത്തം നിരോധിച്ചതോടെ തൊഴിലില്ലാതെ താൻ ചട്ടമ്പിയായി മാറിയെന്നാണ് ഗോപാലന്റെ ന്യായം. എന്റെ പൊന്നു സാറേ, അല്പം ചട്ടമ്പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഗോപാലൻ തല്ലാറുണ്ട്, അതുപോലെ തിരിച്ചിഷ്ടം പോലെ കിട്ടാറുണ്ട്. നമ്മൾ മാത്രം മര്യാദക്കാരായി ജീവിച്ചാലേ തല്ലുകൊണ്ട് തൂറി മെഴുകത്തേ ഉള്ളൂ. സാറേ, മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്റെ സംഭാഷണം. അത്ര മതി. എടാ സ്റ്റുഡിയോവേ, എന്റെ സംഭാഷണം എടുത്തില്ലെങ്കിലല്ല നിന്റെ സ്റ്റുഡിയോ. പറഞ്ഞോളൂ. നമ്മ സിനിമയിലൊക്കെ സാറിനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ കാര്യം കൊണ്ടാ സാറൊക്കെ ജീവിച്ചു പോണത്. പിന്നെ ചട്ടമ്പിമാരുടെ വിഷമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും യാതൊരു ധനസഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല. സർക്കാർ ഞങ്ങളോട് ചിറ്റമനയമാണ് കാണിക്കുന്നത്. പിന്നെ എന്റെ ആശാനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദികേടായി പോകും. വടിവാൾ വാസുന്ന പേര് പണ്ടൊരു കള്ളച്ചക്കന്റെ വെട്ടുകൊണ്ട് അരക്ക് താഴേക്ക് തളർന്നു കിടക്കുക.
ട്രിപ്പിളും പോളിയൊക്കെ കൃത്യമായിട്ട് തട്ടും. അര തളർന്ന കേരളത്തിലെ ആദ്യത്തെ മനുഷ്യൻ. ആശാന്റെ ശിഷ്യന്മാർ വന്ന് കസേരയിൽ ഇരുത്തിയ ആശാനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നാട്ടുകാരിപ്പോ കസേരവാസം എന്നാ വിളിക്കുന്നേ. ഗോപാൽ കേട്ടില്ല. ഇതാരോ വേറെ താഴിട്ട് പൂട്ടിയിരിക്കുക. അത് കാട്ടാപ്പിള്ളി പൂട്ടിയ പൂട്ടാ. തുറക്കുന്നവന്റെ കൈവിട്ടെന്നാ പറഞ്ഞിരിക്കുന്നേ. പുറകിലത്തെ ചാക്കിന് മാടം ബോംബാവാനാ സാധ്യത. കാട്ടുപുളിനോട് ബേക്കും. മാറിക്കോ. വേഗം കേറ്, നമുക്ക് കാട്ടാപ്പിളിനെ വെടിവെച്ചിരുന്ന് കാണാം. കസേരവാസം ഇറങ്ങിയിട്ടുണ്ടല്ലോ. എല്ലാരും കൂടെ എങ്ങോട്ടാ? മല്ലയുടെ ബംഗ്ലാവിലേക്കാ. കുടിയേറ്റക്കാരെല്ലാം ഒഴിഞ്ഞു പോകണമെന്ന് മല്ലയുടെ ആൾക്കാർ വന്ന് പറഞ്ഞു. ഒഴിയാൻ പറ്റൂലെന്ന് ആശാൻ നേരിട്ട് പോയി പറയാൻ പോവാ. തിരിച്ചു വരുമ്പോൾ ആ കസേരക്ക് ചിലപ്പോ നാടില്ലാണ്ടാവും. നടുവും തുറന്ന് അടുത്ത പ്രാവശ്യം ഞാൻ ഇരിക്കേണ്ടി വരും. പക്ഷെ ചുമക്കാൻ ഈ തെണ്ടികൾ ഉണ്ടാവോന്ന് എനിക്കറിയില്ല. എല്ലാം ഞാൻ നേരിടാൻ പോവാ. നാരായണ കട നോക്കണേ. തോട്ടത്തിലെ ഷെഡിന്റെ പണി തീർന്ന വണ്ടി അവിടെ കൊണ്ടിട്ടോണം. അമ്പലത്തിൽ നിന്ന് ഏതോ പ്രതിഷ്ഠ വരുന്നുണ്ടല്ലോ. ഏയ് അതേതോ ഡെഡ് ബോഡി കൊണ്ടുവരുന്നതാ. ഏയ് ഡെഡ് ബോഡി ഒന്നുമല്ല, ജീവനുണ്ട്. ശരിയാണല്ലോ. ഇനി ഇവിടുത്തെ വല്ല രാജാവും ഇരിക്കുവോ? ആ കസേര കൊണ്ട് ഇങ്ങോട്ടാണല്ലോ. എന്താ സംഭവം അറിയോ? പെട്രോളിന് വില കൂടിയതുകൊണ്ട് പുള്ളി തന്നെ കണ്ടുപിടിച്ച പുതിയ വണ്ടിയാ കസേര വണ്ടി. നിങ്ങളാണോ മല്ലയ്യ? ഇത് മല്ലയ്യല്ല, മല്ലയുടെ സെക്രട്ടറിയേറ്റാ. ഞങ്ങൾക്ക് മല്ലയ്യയെ നേരിട്ടൊന്ന് കാണണം. എന്താ കാര്യം? അത് മല്ലയ്യയോട് പറയേണ്ട കാര്യം. മല്ലയോട് പറയേണ്ട കാര്യം ആദ്യം ഇവിടെ പറയണം. എന്നിട്ട് അദ്ദേഹത്തോട് പറയേണ്ട വല്ല കാര്യമാണെങ്കിൽ ഞാൻ അത് അവിടെ പോയി പറയും. അതാണ് എന്റെ ജോലി. ഹലോ, ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുന്നത് അത്രക്ക് നല്ല സ്വഭാവമല്ല. സമയം മെനക്കെടുത്താത്ത കാര്യം പറ. താഴെ ഇറക്കടാ. ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഞങ്ങളെ ഇറക്കാമെന്ന് ഇവിടെ ആരും വിചാരിക്കണ്ട. അനധികൃതമായി കുടിയേറി പാർത്തവർ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു തന്നേ പറ്റൂ. അല്ലെങ്കിൽ ബുൾഡോസർ ഉണ്ടെന്ന് മല്ലയെല്ലാം പൊളിച്ചടുക്കും. കാട്ടാപ്പിള്ളിയെ തോൽപ്പിച്ച് തോട്ടവും ബംഗ്ലാവും വാങ്ങിയപ്പോ ഒരു രക്ഷകനെത്തിയെന്ന നാട്ടുകാർ വിചാരിച്ചേ. ഇങ്ങനെ ദ്രോഹിക്കാനാണെങ്കിൽ കാട്ടാപ്പള്ളി നിങ്ങളും തമ്മില് എന്താ വ്യത്യാസം? അങ്ങനെ ഭീഷണിപ്പെടുത്തി ആരും ഞങ്ങളെ ഒഴിപ്പിക്കാന്ന് വിചാരിക്കേ വേണ്ട. ഏതാ ഈ ജെറുഗൻ? അയ്യോ, ഇത് പെൺകുട്ടിയാ. വർത്താനം കണ്ട് അങ്ങനെ തോന്നണില്ലല്ലോ. എന്താണ് ചെറുക്കാൻ എനിക്ക് വേണ്ടത്? മല്ലഞ്ചര ഉണ്ണിത്താന്റെ അനുഭവത്തോടു കൂടി വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ അവിടെ താമസം തുടങ്ങിയതാ. ഇപ്പൊ ഞങ്ങളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറയുന്നത് കഷ്ടമാണ്. വേറെ പോകാൻ ഒരു ഇഞ്ച് ഭൂമി പോലും ഇല്ലാത്ത പാവങ്ങളാണ് ഞങ്ങളെല്ലാം. നിങ്ങളോട് ഒളിഞ്ചു പോകാൻ ആരാ പറഞ്ഞത്? ആധാരപ്രകാരം എല്ലാരെയും ഒഴിപ്പിച്ചിട്ടുള്ള കച്ചവടം. ആധാരമണ്ണ് നോക്കണ്ട. എല്ലാരും ഇങ്ങനെ മണ്ണ് സ്വന്തമാക്കി വെച്ചാൽ ബാക്കിയുള്ളവർ ഇവിടെ പോയി താമസിക്കും അൽവാ. നിങ്ങൾ ആരും എവിടെ പോണില്ല, അവിടെ തന്നെ താമസിക്കും. അപ്പൊ മനസാക്ഷിയുള്ള മുതലാളിമാരും ഉണ്ട്. മുതലാളി വേണ്ട, മല്ലയെ വിളിച്ച മതി. സന്തോഷമായി മല്ലയ്യ, സന്തോഷമായി. ഞാൻ ഇടപെട്ടിട്ട് ഒരു വലിയ പ്രശ്നം തീർന്നല്ലോ. പിന്നെ മടക്കി കുത്തഴിച്ചിടാത്തത് ബഹുമാനക്കുറവുകൊണ്ടല്ല, മുണ്ടിന്റെ മൂട് കീറിയിരിക്കുക. നിങ്ങൾ വലിയവനാണ്. ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു ആ ചങ്കൂറ്റം, പിന്നെ ആ അഹങ്കാരം, സംസാരിക്കുമ്പോഴുള്ള അക്ഷരസ്ഫുടത എല്ലാം എനിക്കിഷ്ടമായി. ഇന്നു മുതൽ ഈ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗവും അധ്വാനിക്കാത്ത ഈ ഗോപാലനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. നിങ്ങൾ മല്ലയല്ല, മുത്താണ്, മുത്തയ്യ. വിളിക്കണ മല്ലയാക്കി ജയ്, മല്ലയാക്കി. മുത്തേ മുത്തേ കന്നഡ മുത്തേ, കന്നഡ വെച്ചൊരു കന്നഡ മുത്തേ, കാക്കാം കീക്കാം മല്ലയ്യ. വെള്ളരി പ്രാവേ മല്ലയ്യ. ഹലോ, ആ മുരുക, നമ്മുടെ കാണാതെ പോയി ലോറി കിട്ടി. പക്ഷെ എന്നെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം. ലോറി ഇപ്പൊ എവിടെ ഉണ്ട്? ലോറി അന്നാ കസേരപ്പുറത്ത് വന്ന അമ്മാവനില്ലേ, ആ അമ്മാവന്റെ വീട്ടിലേക്ക് കേറ്റി പാർക്ക് ചെയ്തിരിക്കുക. മല്ലയ്യ, എന്തോ കരയണത്? മനുഷ്യനോട് തല്ലുവിളിക്കില്ല. ഒഴിഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞത്
കൂട്ടത്തോടെ എല്ലാത്തിനെയും കൊല്ലാൻ വേണ്ടിയായിരുന്നല്ലേ? എല്ലാം തകർത്ത് കളയുന്നു ഇയാള് പറഞ്ഞപ്പോ ഇത്രയും ചെയ്തു കളയുന്നു ഞങ്ങൾ കരുതിയില്ല. ഇന്നലെ രാത്രി ആശാനും മക്കളും കാവിൽ കഥകളി കാണാൻ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇവരുടെ കഥ? എന്നും ഈ വരാന്തയിൽ കിടന്നുറങ്ങിയിരുന്നു ഞാൻ. ഒരൊറ്റ സ്നേഹത്തിന് വേണ്ടി നടത്തറ വാസന്തിയുടെ വീട്ടിൽ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്റെ കഥ? കാക്കാം കീക്കാം മല്ലയ്യ എന്ന് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു. മുതലാളിമാരൊക്കെ ഇങ്ങനെയാ ഗോപാല. ഒന്ന് പറയും മറ്റൊന്ന് പ്രവർത്തിക്കും. ഉള്ള കിടപ്പാടം തകർത്തതിനേക്കായി ഭേദം ഞങ്ങളെ കൂടെ കൊല്ലാമായിരുന്നു. ആസാനം നിങ്ങളെ ഒളിപ്പിക്കാൻ എനിക്കിങ്ങനെ ഒരു നാടകം കളിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒളിപ്പിക്കണമെങ്കിൽ ഞാൻ ഒളിപ്പിച്ചിരിക്കും, അത് വേറെ കാര്യ. ഇത് ഞങ്ങളെ വണ്ടി ഏതോ കള്ള കുടുക കത്കൊണ്ട് വന്ന് ബോധമില്ലാതെ ഓടിച്ച് കേട്ടിയതാണ്. അല്ലാതെ ഞാൻ നിങ്ങളോട് അങ്ങനെ ചെയ്യുമോ? മല്ലയ്യ അത്ര നല്ല ദുഷ്ടനല്ല. കാര്യം അറിയാതെ ഇവനെ ഇങ്ങനെ ഉപദ്രവിച്ച നിങ്ങളോട് ഇങ്ങനല്ല പെരുമാറണ്ടേ. എന്തൊക്കെയായാലും നിങ്ങളുടെ ഈ ലോറിയല്ലേ ഞങ്ങളുടെ വീട് തകർത്തത്. അപ്പൊ സമാധാനം പറയേണ്ടത് അതിന്റെ ഉടമസ്ഥരായ നിങ്ങൾ തന്നെയാ. ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ വീട് ഈ കാണുന്നത് അറിയോ? നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ വീട് ഇതിൽ നല്ലതായിട്ട് ഞങ്ങൾ കെട്ടിച്ചു വിടും. അത് ന്യായം. ഏതോ മോഷ്ടാവ് കാണിച്ച അക്രമത്തിന് ഞങ്ങൾ എന്തിനു വീട് പണിഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒഴിയാം. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒഴിയില്ല. കാരണം ഞങ്ങൾ മനസാക്ഷിയുള്ളവരാ. ഈ വീട് എന്റെ മേൽനോട്ടത്തിൽ ഞാൻ നേരിട്ട് നിന്ന് പണിപ്പിച്ചു തരും. മകനെ ഈ ലോറിയുടെ RC ഓണർ ആരാ? ഞാനാ. ഓ, എന്നാ സാറ് വന്ന് ജീപ്പിലോട്ട് കയറണം. എന്താ കാര്യം? വധശ്രമം. വീടൊഴിയാൻ കൂട്ടാക്കാതിരുന്നവരെ ഗൂഢാലോചന നടത്തി കൊല്ലാൻ ശ്രമിച്ചു. അറസ്റ്റ് ചെയ്യാൻ ഈ കേസൊക്കെ ധാരാളം മതി. കേരള ജീപ്പില് ഒരാളിവിടെ നിൽക്കുന്നുണ്ടല്ലോ സാറേ. ഇതെല്ലാം സുമ്നെ ബേജാർ. വേണ്ട സാറേ, നമ്മുടെ പിടിയിൽ നിൽക്കില്ല. എന്റെ ലാറിക്കദ്ദ കള്ളനെ നിങ്ങൾ ആദ്യം പിടിക്കും, ബാക്കി പിന്നെ ആലോചിക്കും. അവര് വീട് പണിതു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കേസിൽ യാതൊരു പരാതിയില്ല. സാറന്മാര് പോണം. കേട്ടില്ലേ സാറേ, അവർക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ സംഗതി പുലിവാലാകെ. ഈ മല്ലയ്യക്ക് കേന്ദ്രത്തിലാ പിടി. വാടോ, ലോറി എടുക്കടാ. ലോറി കൊണ്ടുപോകാൻ വരട്ടെ. വീട് പണി തുടങ്ങിയിട്ട് സാവകാശം ലോറി തന്നു വിടാം. അതുവരെ ഒരു ഉറപ്പിന് അത് ഇവിടെ കിടക്കട്ടെ. ഇവളിന്ത തുമ്പ കഷ്ടാക്കിത്തെ പേറിയനു. എന്നാ പേർന്ന് എന്റെ മല്ലയ്യ കല്യാണം കഴിക്കാത്ത പെൺപിള്ളേരോടാണോ പേരെന്നാണ് ചോദിക്കുന്നത്? ഇവിടെയൊക്കെ കല്യാണത്തിന് മുമ്പ് പ്രസവിച്ച ചീത്ത പേരാ. ഗൗരി സേറി. വീട് പണി കളിഞ്ഞ് സാവകാശം വണ്ടി തന്നുവിടാം. അതുവരെ വണ്ടി അവിടെ കിടക്കട്ടെ ഒരു ഉറപ്പിന്. എടാ, വണ്ടി തൽക്കാലം മാറ്റിയിട്. ഗൗരിക്ക് സന്തോഷമായില്ല. വണ്ടി എടുത്തോ. ആൾക്കാരൊക്കെ ഒന്ന് മാറിക്കുന്നേ. തലയിൽ വല്ല ഓടാ കീടാ വീണ ആശുപത്രി കൊണ്ടുപോകാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. മാറിക്ക്. പോട്ടെ പോട്ടെ, റൈറ്റ് എടുത്ത് പോട്ടെ. വല്ലതും പറ്റിയാ? വടിവാളായിട്ട് എനിക്ക് ചുറ്റും 8 പേരാ. അത് നിസ്സാർക്കാരല്ല, വടക്കമ്മല എന്നുള്ള ടീം. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ? ചുറ്റും വടിവാളായിട്ട് നിൽക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ? മാത്രമല്ല, ലോറിയുടെ സ്റ്റിയറിംഗ് ഇതാ ഈ നെഞ്ചിലും. സ്റ്റിയറിംഗ് അല്ല, ഈ ലോറി തൊഴിലാളികളാണല്ലോ അധികം ഗുണ്ടകളും. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കായിരുന്നു. ഒരു കണക്കിന് ഞാൻ ലോറിക്കടിയുന്നു റോട്ടിൽ നിന്ന് എഴുന്നേറ്റ് നേരെ പൈപ്പിന്റെ മുട്ടി പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി. ഓ ശിവനേ, ഇതെന്ത് പറ്റി ഗോപാല? എല്ലാരുടെ തലയിലും കെട്ടാണല്ല. ജന്മദിനോ ഒന്ന് ആചരിക്കാമെന്ന് കരുതി. അറിഞ്ഞില്ലേ നിങ്ങള്? ഏതോ പരമനാറി മല്ലയുടെ ലോറിയും കെട്ടിന് പോണ വഴി നിയന്ത്രണം വിട്ട ആശാന്റെ ഹൗസിംഗ് അത് ഞങ്ങൾ അറിഞ്ഞല്ലോ. ഏതവനാണ് ലോറി കെട്ടതെന്ന് മല്ലയ്ക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ദമു, എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും മുല്ലയ്യ, എന്റെ ബാത്റൂമിന് ലൈറ്റ് കത്തുന്നില്ല. ഒരു പെട്രോമാക്സ് കിട്ടിയ കാര്യം സാധിക്കാമായിരുന്നു. കിട്ടില്ല. ചേട്ടന്റെ ബാഗിൽ മെഴുതിലുണ്ടാവോ? അതിന് കത്തിച്ചിട്ട് ഇല്ല. ചിരട്ട ഉണ്ടാവോ? അതിന് കത്തിച്ച് ആളിച്ചിട്ട്.
നിൻകൊള്ളോ അയ്യോ മല്ലയ്യ എവിടെ ഒന്ന് വിളിക്കുക കള്ള കുടുക എന്താ മുരുകൻ മുരുകൻ മുരുകനല്ല ശ്രീകൃഷ്ണനാ. സോറി. എന്താ സോറി. ഗോപാല, എല്ലാം എടുത്തതേ ഈ വണ്ടിയിൽ വെച്ചോ. ഇത് പാലും വണ്ടിയൊക്കെയാ. ഡ്രൈവർ കൊള്ളാല്ല, ഇതെങ്ങനെ സാധിച്ച്? ചില മുഖം മൂടികൾ അഴിഞ്ഞു വീണു ഗോപാല. ഏയ്, മോത്തമുടി ഒന്നും അഴിഞ്ഞു വീണ്ടില്ല. അത് അവർ തന്നെ ഉണ്ട്. മോത്തമുടി അഴിഞ്ഞു വീണെന്ന് ഷേവ് ചെയ്യണം. ആ ചായക്കടയുടെ മുന്നിൽ ഒന്ന് നിർത്തിയേ, പരമുള്ള കുറച്ച് കാശ് തരാനുണ്ട്. ഇന്നൊന്ന് സൈൻ ചെയ്യണം ഇവിടെ. കുറച്ചു നാളായി കാശ് തരാന്നും പറഞ്ഞു പറ്റിക്കുന്നു. മര്യാദക്ക് കാശെടുക്ക്. അടുത്ത മാസം തരാൻ മോളെ. പറ്റില്ല, ഇപ്പൊ കിട്ടണം. അടുത്ത മാസം തരാന്നേ. താൻ തരുന്നോ അതോ മല്ലികയെ ഇങ്ങോട്ട് വിളിക്കണം? വേണ്ട, ഇപ്പൊ തന്നെ വന്നേക്കാം. നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കേട്ടില്ല. നീ ഇന്നലെ ഉഴുന്നൂറൊക്കെ തോളയിട്ടിരുന്ന് നിന്റെ അപ്പം കൊണ്ടുണ്ടോ തോള? നീ എന്ത് കാണിച്ചാണ് ചായിരിക്കണ? നിനക്കൊന്ന് ചിരിച്ചടിച്ചാ ആരാന്നറിയാമോ? അതെ, മല്ലയെ കാണിച്ചു നമ്മുടെ കട മുഴുവൻ പിരിക്കണം. അവൻ എന്നെ പണ്ടൊരു കാര്യമില്ലാത്ത കാര്യത്തിന് തല്ലിയിട്ടുള്ളതാ. ചുമ്മാ അവന്റെ അമ്മക്കൊന്ന് വിളിച്ചേനെ. ഇപ്പൊ അതിന് കണക്കേർക്കാൻ പറ്റിയ സമയോ? ഞാനത് മുതലാളി പറഞ്ഞോളാം. നിന്നെ ഞാൻ പട്ടിയെ തല്ലുന്ന പോലെ തല്ലാൻ പോവാ. എന്നെ തിരിച്ചടിച്ചാലേ മല്ലയെ നിന്നെ കീറിക്കളയും. അമ്മ കുറിച്ച നീ പാവങ്ങളെ തല്ലുവല്ലടാ. എന്നെ എത്ര വേണമെങ്കിൽ അമ്മ കുറിച്ചോ.